ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ വേറൊരു പാത്രത്തിൽ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് എടുത്താൽ മതി. ആ സമയത്തേക്കും നമ്മുടെ ആ ഒരു എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ മത്തി കറി വെക്കുമ്പോൾ ഇങ്ങനെ മത്തി മുളക് ഇടുമ്പോൾ കടുക് ചേർക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊട്ടിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ പച്ചമുളകിൻ്റെ അഭാവം കാരണമേ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പം നല്ലോണം വേണ്ടവർക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തവി ഞാൻ മുളക് മിക്സ് ചെയ്ത തവിയാണേ, കുഴപ്പമൊന്നുമില്ല. അത് വെച്ച് നമുക്കങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതുപോലെ നല്ലോണം അതൊന്ന് ആ മൂത്ത് ഇഞ്ചിയുടെയൊക്കെ മണം വരുന്ന സമയത്തിന് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരത്തെ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, മുളകിൻ്റെ മസാലയുടെ ആ മിക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ കൂടിയാണ്. ഇത് നല്ലോണം മൂപ്പിച്ച് ആ ഒരു മണം വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ അതായത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മിക്സ് ഞാനിപ്പോൾ ആ ഒരു മിക്സ് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ കുടംപുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ അത് തന്നെ അതങ്ങ് കുറുകിക്കോളുവേ. നമ്മളിങ്ങനെ കൂടുതലും മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ അതിലേക്ക് ഇങ്ങനെ കടുക് പൊട്ടിക്കുന്ന സമയത്തുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതലും ബെറ്റർ നമുക്ക് കറി കുറുകി കിട്ടാൻ ഇങ്ങനെ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് നനച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെ കുറുക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം, ആ ഒരു വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം നല്ലോണം നമ്മൾ അങ്ങ് കുറുക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കങ്ങ് വഴറ്റി കൊടുക്കാം. പിന്നെ ഇത്രയൊക്കെ ആകുന്ന ഒരു സമയത്തിന്, ഈ ഒരു പരിവാകുന്ന സമയത്തിന് നമുക്ക് തീ അങ്ങ് കൂട്ടി വെക്കാം. തീ കൂട്ടി വെക്കുന്നത് വേറൊന്നിനുമല്ല, നമുക്കതങ്ങ് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഈ ഒരു സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുത്തോ, കാരണം നമുക്ക് ആ ഒരു മീൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്കും കൂടി പിടിക്കണമല്ലോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് മീനിട്ട് പറ്റിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി മീൻ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മുളകിട്ടുന്ന സമയത്ത് മീനൊക്കെ ഒറ്റ വര ഇടാറുള്ളൂ കേട്ടോ. കുറേ വേണമെങ്കിൽ പൊള്ളിക്കുമ്പോൾ ഈ മത്തി വറുക്കുന്ന പോലെ വരയിടുന്നവരുണ്ടാവും. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ഇടാറ്. പിന്നെ അപ്പോൾ നമ്മുടെ നല്ലതുപോലെ ആ ഒരു അരപ്പ് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീനങ്ങ് പെറുക്കി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അതേ ഫ്ലെയിമിൽ, അതായത് കൂടുതലും തീ വെച്ചിട്ട് നല്ല തീയിൽ നമുക്കങ്ങ് 2-3 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തീ കുറച്ച് വെച്ചാൽ മതി. തീ കുറച്ച് വെച്ച് സിമ്മിൽ വെച്ച് പറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മളൊരു 7 മുതൽ 8 മിനിറ്റ് വരെ നമ്മളങ്ങനെ പറ്റിച്ചെടുത്ത മീൻകറിയാണിത്. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കാൻ പാടില്ല. 2 സൈഡിലും കൈ പിടിച്ച് നമ്മൾ തവ പിടിച്ചൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്ന പൊടിക്കൈ ഈ ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലാസ്റ്റായിട്ട് നമ്മൾ ഇറക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു മൂടി വെച്ചു. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. നമുക്ക് കാണുന്നത് വരെ ടാറ്റാ, ഗുഡ് നൈറ്റ്.